ഹായ് ഫ്രണ്ട്സ്, PSC പഠിപ്പുരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഒക്ടോബർ 1 മുതൽ 5 വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. വയോജന ദിനം, ദേശീയ രക്തദാന ദിനം ഒക്ടോബർ 1. വയോജന ദിനം, ദേശീയ രക്തദാന ദിനം ഒക്ടോബർ 1. വാഗമണ്ണിൽ നിന്നും കണ്ടെത്തിയ ശതാവരി കുടുംബത്തിലെ പുതിയ സസ്യമാണ് വനപുഷ്പം. വാഗമണ്ണിൽ നിന്നും കണ്ടെത്തിയ ശതാവരി കുടുംബത്തിലെ പുതിയ സസ്യമാണ് വനപുഷ്പം. ശതാവരിയുടെ സസ്യ കുടുംബമായ ആസ്പരാഗസിയിൽപ്പെട്ട ക്ലോറോഫൈറ്റം ജീനസിലെ പുതിയ ഇനം സസ്യത്തെ വാഗമൺ കുന്നുകളിൽ നിന്നും ഗവേഷകർ കണ്ടെത്തി. ശതാവരിയുടെ സസ്യകുടുംബമായ ആസ്പരാഗോസിയിൽപ്പെട്ട ക്ലോറോഫൈറ്റം ജീനസിലെ പുതിയ ഇനം സസ്യത്തെ വാഗമൺ കുന്നുകളിൽ നിന്നും ഗവേഷകർ കണ്ടെത്തി. അടുത്തിടെ അന്തരിച്ച മുതിർന്ന BJP നേതാവും മുൻ MP-യുമായ വ്യക്തിയാണ് വിജയകുമാർ മൽഹോത്ര. അടുത്തിടെ അന്തരിച്ച മുതിർന്ന BJP നേതാവും മുൻ MP-യുമായ വ്യക്തി വിജയകുമാർ മൽഹോത്ര. ഇൻഫോർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിന് കീഴിലെ സംസ്ഥാന ഇൻഫോർമേഷൻ ഹബ്ബ് ടാഗോറിൽ പ്രവർത്തനം ആരംഭിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഇൻഫോർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിന് കീഴിലെ സംസ്ഥാന ഇൻഫോർമേഷൻ ഹബ്ബ് ടാഗോറിൽ പ്രവർത്തനം ആരംഭിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മേഘാലയ ചീഫ് സെക്രട്ടറിയായി ചുമതലയേറ്റ മലയാളിയാണ് ഷക്കീൽ അഹമ്മദ്. മേഘാലയ ചീഫ് സെക്രട്ടറിയായി ചുമതലയേറ്റ മലയാളി ഷക്കീൽ അഹമ്മദ്. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാർ പ്രാബല്യത്തിൽ വരുന്നത് 2025 ഒക്ടോബർ 1. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാർ പ്രാബല്യത്തിൽ വരുന്നത് 2025 ഒക്ടോബർ 1-നാണ്. 2024 മാർച്ചിൽ ഒപ്പിട്ട കരാറാണിത്. കരാറിലൂടെ ഇന്ത്യ യൂറോപ്യൻ വിപണികളിൽ കാർഷികേതര ഉൽപ്പന്നങ്ങളുടെയും സംസ്കരിച്ച കാർഷിക ഉൽപ്പന്നങ്ങളുടെയും തീരുവയിൽ 100% ഇളവ് നിലവിൽ വരും. ഗാന്ധിജിയുടെ എത്രാം ജന്മവാർഷികമാണ് 2025 ആഘോഷിച്ചത്? 156. ഗാന്ധിജിയുടെ എത്രാം ജന്മവാർഷികമാണ് 2025 ആഘോഷിച്ചത്? 156. RSS ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഭാരതാംബയുടെ ചിത്രം ആലേഖനം ചെയ്ത എത്ര രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയത്? 100 രൂപ. RSS ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഭാരതാംബയുടെ ചിത്രം ആലേഖനം ചെയ്ത എത്ര രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയത്? 100 രൂപ. ആദ്യമായാണ് ഇന്ത്യൻ കറൻസിയിൽ ഭാരതാംബയുടെ ചിത്രം ഉൾപ്പെടുത്തുന്നത്. ആദ്യമായാണ് ഇന്ത്യൻ കറൻസിയിൽ ഭാരതാംബയുടെ ചിത്രം ഉൾപ്പെടുത്തുന്നത്. ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തുന്ന രാജ്യത്തെ ആദ്യ ജനറൽ ആശുപത്രി എന്ന നേട്ടം സ്വന്തമാക്കാൻ ഒരുങ്ങുന്നത് എറണാകുളം ജനറൽ ആശുപത്രി. ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തുന്ന രാജ്യത്തെ ആദ്യ ജനറൽ ആശുപത്രി എന്ന നേട്ടം സ്വന്തമാക്കാൻ ഒരുങ്ങുന്നത് എറണാകുളം ജനറൽ ആശുപത്രി. കുട്ടികൾ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുന്നതിനായും നേർവഴി കാട്ടുന്നതിനുമായുള്ള വനിതാ ശിശുവികസന വകുപ്പിന്റെ പദ്ധതിയാണ് കാവൽ പദ്ധതി. കുട്ടികൾ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുന്നതിനായും നേർവഴി കാട്ടുന്നതിനുമായുള്ള വനിതാ ശിശുവികസന വകുപ്പിന്റെ പദ്ധതി കാവൽ പദ്ധതി. 2025 ഒക്ടോബറിൽ അന്തരിച്ച പ്രൈമാറ്റോളജിസ്റ്റ്, നരവംശ ശാസ്ത്രജ്ഞ, പരിസ്ഥിതി പ്രവർത്തക തുടങ്ങിയ നിലകളിൽ ലോക പ്രശസ്തിയായ വ്യക്തിയാണ് ജെയിൻ ഗുഡാൽ. ലോക പുഞ്ചിരി ദിനം ഒക്ടോബർ 3. ലോക പുഞ്ചിരി ദിനം ഒക്ടോബർ 3. എല്ലാ വർഷവും ഒക്ടോബർ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് ലോക പുഞ്ചിരി ദിനമായി ആചരിക്കുന്നത്. എല്ലാ വർഷവും ഒക്ടോബർ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് ലോക പുഞ്ചിരി ദിനമായി ആചരിക്കുന്നത്. $1,00,000 കോടി ആസ്തി കൈവരിക്കുന്ന ലോകത്തിലെ ആദ്യ സംരംഭകൻ എന്ന പദവി സ്വന്തമാക്കിയത് എലോൺ മസ്ക്. $1,00,000 കോടി ആസ്തി കൈവരിക്കുന്ന ലോകത്തിലെ ആദ്യ സംരംഭകൻ എന്ന പദവി സ്വന്തമാക്കിയത് എലോൺ മസ്ക്. മാതൃഭൂമി ബുക്സ് പുറത്തിറക്കുന്ന വ്യവസായ പ്രമുഖൻ രത്തൻ ടാറ്റയുടെ സമഗ്ര ജീവചരിത്രം. രത്തൻ ടാറ്റ ഒരു ഇന്ത്യൻ വിജയഗാഥ രചിച്ചത് R. റോഷനാണ്.
മാതൃഭൂമി ബുക്സ് പുറത്തിറക്കുന്ന വ്യവസായ പ്രമുഖൻ രത്തൻ ടാറ്റയുടെ സമഗ്ര ജീവചരിത്രം രത്തൻ ടാറ്റ ഒരു ഇന്ത്യൻ വിജയഗാഥ. രചിച്ചത് ആർ റോഷൻ. 2025 ഒക്ടോബറിൽ അന്തരിച്ച മുതിർന്ന ഗാന്ധിയനും സ്വതന്ത്ര സമര സേനാനിയും ഖാദി പുനരുജ്ജീവന പ്രവർത്തകനുമായ വ്യക്തിയാണ് ഡോക്ടർ ജി പരേഖ്. 2025 ഒക്ടോബറിൽ അന്തരിച്ച മുതിർന്ന ഗാന്ധിയനും സ്വതന്ത്ര സമര സേനാനിയും ഖാദി പുനരുജ്ജീവന പ്രവർത്തകനുമായ വ്യക്തിയാണ് ഡോക്ടർ ജി പരേഖ്. വാട്സപ്പിന് ബദലായി ചെന്നൈ ആസ്ഥാനമായ സോഹോ കോർപ്പറേഷൻ തദ്ദേശീയമായി വികസിപ്പിച്ച ചാറ്റിംഗ് ആപ്പാണ് അരട്ടൈ. വാട്സപ്പിന് പകരമായി വരുന്ന ചാറ്റിംഗ് ആപ്പാണ് അരട്ടൈ. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഫൗണ്ടേഷന്റെ 2024 മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരത്തിന് അർഹനായത് NS മാധവൻ. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഫൗണ്ടേഷന്റെ 2024 മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരത്തിന് അർഹനായത് NS മാധവൻ. കർണാടക സർക്കാർ ഏർപ്പെടുത്തിയ ഈ വർഷത്തെ മഹാത്മാഗാന്ധി സേവാ പുരസ്കാരത്തിന് അർഹനായത് രാമചന്ദ്ര ഗുഹ. കർണാടക സർക്കാർ ഏർപ്പെടുത്തിയ ഈ വർഷത്തെ മഹാത്മാഗാന്ധി സേവാ പുരസ്കാരത്തിന് അർഹനായത് രാമചന്ദ്ര ഗുഹ. പ്രശസ്ത ചരിത്രകാരനും പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമായ വ്യക്തിയാണ്. വേൾഡ് ആനിമൽ ഡേ മൃഗദിനം ഒക്ടോബർ 4. വേൾഡ് ആനിമൽ ഡേ ഒക്ടോബർ 4. ലോക വെയ്റ്റിംഗ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 48 കിലോഗ്രാം വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരമാണ് മീരാബായ് ചാനു. ലോക വെയ്റ്റിംഗ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 48 കിലോഗ്രാം വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരം മീരാബായ് ചാനു. 2025 ഒക്ടോബറിൽ അന്തരിച്ച മുതിർന്ന മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ വ്യക്തിയാണ് TJS ജോർജ്. തൈൽ ജേക്കബ് സണ്ണി ജോർജ്. 2025 ഒക്ടോബറിൽ അന്തരിച്ച മുതിർന്ന മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ വ്യക്തിയാണ് TJS ജോർജ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ മാർക്കറ്റിംഗ് വിഭാഗം ഡയറക്ടറായി ചുമതലയേറ്റത് സൗമിത്ര പി ശ്രീവാസ്തവ. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ മാർക്കറ്റിംഗ് വിഭാഗം ഡയറക്ടറായി ചുമതലയേറ്റത് സൗമിത്ര പി ശ്രീവാസ്തവ. 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കഫ് സിറപ്പുകൾ നൽകരുതെന്ന് മാർഗനിർദ്ദേശം പുറത്തിറക്കി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ആംഗ്ലിക്കൻ സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി സഭാമേധാവിയാകുന്ന വനിതയാണ് സാറ മുലാലി. ചെസ് ലോകകപ്പിലെ ചീഫ് ഫെയർ പ്ലേ ഓഫീസറായി നിയമിതനായ ആദ്യ ഏഷ്യക്കാരൻ ഗോപകുമാർ പാലക്കാട് സ്വദേശിയാണ്. ചെസ് ലോകകപ്പിലെ ചീഫ് ഫെയർ പ്ലേ ഓഫീസറായി നിയമിതനായ ആദ്യ ഏഷ്യക്കാരൻ ഗോപകുമാർ. ലോക അധ്യാപക ദിനം ഒക്ടോബർ 5. 2025 തീം റീകാസ്റ്റിംഗ് ടീച്ചിങ് ആസ് എ കൊളാബറേറ്റീവ് പ്രൊഫഷൻ എന്നാണ്. 2025 തീം റീകാസ്റ്റിംഗ് ടീച്ചിങ് ആസ് എ കൊളാബറേറ്റീവ് പ്രൊഫഷൻ. രാജ്യത്ത് ആദ്യമായി നദിക്കടിയിൽ തുരങ്കം നിർമ്മിക്കുന്നത് ഏത് നദികൾക്കിടയിലൂടെയാണ്? ബ്രഹ്മപുത്ര. ദേശീയപാത 37മായി ബന്ധിപ്പിക്കുന്ന അസമിലെ ഗോഹ്പൂർ നുമലിഗഡ് നഗരങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് പാത. മിനിറ്റിൽ 3000 വെടിയുണ്ടകൾ പായിക്കാൻ ശേഷിയുള്ള 6 അത്യാധുനിക AK-630 mm മൾട്ടി ബാരൽ മൊബൈൽ എയർ ഡിഫൻസ് ഗൺ സിസ്റ്റം നിർമ്മിക്കുന്ന രാജ്യം ഇന്ത്യ. മിനിറ്റിൽ 3000 വെടിയുണ്ടകൾ പായിക്കാൻ ശേഷിയുള്ള 6 അത്യാധുനിക AK-630 mm മൾട്ടി ബാരൽ മൊബൈൽ എയർ ഡിഫൻസ് ഗൺ സിസ്റ്റം നിർമ്മിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അടുത്തിടെ കേരളത്തിൽ നിരോധിച്ച വിവാദമായ ചുമയുടെ മരുന്നാണ് കോൾഡ്രിഫ്. കോൾഡ്രിഫ്. ജപ്പാന്റെ പ്രധാനമന്ത്രിയാകുന്ന ആദ്യ വനിത സനെ തൈക്കച്ചി. 2025 ഒക്ടോബറിൽ ഇന്ത്യ സന്ദർശിക്കുന്ന UK പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ. 2025 ഒക്ടോബറിൽ ഇന്ത്യ സന്ദർശിക്കുന്ന UK പ്രധാനമന്ത്രിയാണ് കിയർ സ്റ്റാമർ. ഇന്ത്യൻ ഏകദിന ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ശുഭ്മാൻ ഗിൽ. വൈസ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ. ഇന്ത്യൻ ഏകദിന ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ശുഭ്മാൻ ഗില്ല്. വൈസ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ. CISF ഡയറക്ടർ ജനറലായി ചുമതലയേറ്റത് പ്രവീൺ രഞ്ജൻ. വയലാർ അവാർഡ് സന്തോഷ് കുമാറിനാണ് ലഭിച്ചത്. തപോമയിയുടെ അച്ഛൻ എന്ന നോവലിനാണ് അംഗീകാരം.
1,00,000 രൂപയും കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവുമാണ് പുരസ്കാരം. 1,00,000 രൂപയും കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവുമാണ് പുരസ്കാരം. നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോ വീണ്ടും ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. നന്ദി.